ദോശ മിക്കവാറും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റമാണല്ലേ. ഇന്നത്തെ ദോശയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ പോലെയല്ല ഈ ദോശ. ഇത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ദോശ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1/2 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു എരിവിന് ആവശ്യമായ മുളക്, 3 ചുവന്ന മുളകും, പിന്നെ ഒരു 4 കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. നല്ല നീറ്റായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ ഇത് കുതിരട്ടെ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇതൊക്കെ കുതിർത്ത് വന്നിട്ടുണ്ട്. 2 മണിക്കൂറിൽ കൂടുതൽ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെ ഇനി മിക്സഡ് ബ്ലെൻഡറിലേക്ക് മാറ്റുക. ഒരു പകുതിയോളം മിക്സഡ് ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പകുതി നമുക്കിത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് തരിയോടുകൂടി വേണം അരച്ചെടുക്കാൻ. ഇത് വളരെ പെട്ടെന്ന് അരഞ്ഞും കിട്ടും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര നൈസായി അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊരു തരി വേണം, എന്നാൽ ഒരുപാട് തരിയും വേണ്ട. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി മിക്സഡ് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 2 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ചുവന്ന മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു ഒനിയൻ, ഒരു 10 ചുവന്നുള്ളിയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഒരു പിടിയോളം തേങ്ങ, 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത്. ഒരുപാട് ഫുൾ നൈസായി അരയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെയും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിലുള്ള വെള്ളമാണ്, ഒരുപാട് കട്ടിയിലുള്ള മാവായിട്ടല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. ഈ ദോശയുടെ പ്രത്യേകത നല്ലൊരു ഫ്ലേവർ ഉണ്ട്, ഒരുപാട് ഹെവി ആയിട്ട് തോന്നില്ല. ഇതിപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് റെസിപ്പിക്കാർക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നന്നായി ദോശക്കല്ല് ചൂടാകുമ്പോൾ ഇതുമാതിരി അങ്ങോട്ട് ഒഴിച്ച് പരത്തി കൊടുക്കുക. ഇത് ഉടനെ അരച്ച് ഉടനെ തന്നെ ചുടാൻ പറ്റിയ ദോശമാവാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. ആവശ്യത്തിന് എണ്ണയോ നെയ്യോ എന്താണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അടച്ച് വയ്ക്കുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് കുക്കാവും. എന്നിട്ട് മറിച്ചിടാതെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണ്. അപ്പോൾ മറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് എണ്ണയോ ഗീയോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. 2 സെക്കൻഡ് കൊണ്ട് ദോശ അടിപൊളിയായിട്ട് റെഡിയാണ് കേട്ടോ. 2 സൈഡും ഫുള്ളി കുക്ക്ഡാണ്. കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് 2 സൈഡും. ഇനി ഇതെടുക്കുക വേണ്ടു. എന്നിട്ട് നല്ല അടിപൊളി ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ വെറുതെയും കഴിക്കാം, പൊടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഈ ദോശ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ ദോശ. അപ്പം നല്ല ചെറുപയർ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ദോശ തന്നെയാണ്. നല്ല ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വേറെ അഡൾട്രേഷനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ. താങ്ക് യു.